ഈ പ്രോപ്പർട്ടി ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഹിഡൻ ഇൻകം ടാക്സിന്റെ പ്രൊവിഷൻ ഉണ്ട്. പലർക്കും അത് അറിയില്ല. നമുക്കത് എന്താണെന്ന് നോക്കാം. നമുക്ക് വന്നിരിക്കുന്ന ഒരു ചോദ്യം കൂടി നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. ദീപക് ചോദിച്ചിരിക്കുന്നത് 50 ലക്ഷം രൂപയ്ക്ക് അദ്ദേഹം ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചു. പക്ഷേ ഈ പ്രോപ്പർട്ടിയുടെ ഫെയർ മാർക്കറ്റ് വാല്യൂ 80 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഈ ഡിഫറൻസ് വന്നിരിക്കുന്ന 30 ലക്ഷം രൂപയ്ക്ക് ടാക്സ് അടയ്ക്കണോ എന്നാണ് ദീപക് ചോദിച്ചിരിക്കുന്നത്. പല ആളുകൾക്കും അറിയാത്ത ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. നമ്മളൊരു പ്രോപ്പർട്ടിയുടെ ഡീല് നടത്തുന്നത് 50 ലക്ഷം രൂപയാണ്, പക്ഷേ ഇതിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ ഒരുപാട് കൂടുതലാണ്, 80 ലക്ഷം രൂപയാണ്. അപ്പോൾ ഈ 30 ലക്ഷം രൂപയുടെ ഈ ഡിഫറൻസിന് ഇൻകം ടാക്സിലെ സെക്ഷൻ 56, അതായത് ഇൻകം ഫ്രം അതർ സോഴ്സ് എന്നുള്ളൊരു കാറ്റഗറിയിൽ കാണിച്ചുകൊണ്ട് ഇദ്ദേഹം ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ ചെറിയൊരു എക്സെപ്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ കൊടുത്തിരിക്കുന്ന പൈസ 50 ലക്ഷമാണ്, അതിന്റെ 10% കൂടുതലാണ് ഫെയർ മാർക്കറ്റ് വാല്യൂ എന്നുണ്ടെന്നുണ്ടെങ്കിലാണ് അപ്ലിക്കബിൾ. അപ്പോൾ 55 ലക്ഷം രൂപ വരികയാണെന്നുണ്ടെങ്കിൽ പ്രോബ്ലം ഇല്ല. അതല്ല, അതിൽ കൂടുതലാണ്. ഇവിടെ ഡെഫിനറ്റ്ലി ഇവിടെ 80 ലക്ഷമാണ്. അപ്പോൾ ഈ 30 ലക്ഷം രൂപ ഇദ്ദേഹത്തിന്റെ വരുമാനം ആയിട്ട് കാണിച്ചുകൊണ്ട് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. 30% ടാക്സ് ബ്രാക്കറ്റിലൊക്കെയാണ് അദ്ദേഹം ഉള്ളതെന്നുണ്ടെങ്കിൽ ഏകദേശം 9 ലക്ഷം രൂപയൊക്കെ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. ടാക്സുമായോ പേഴ്സണൽ ഫിനാൻസുമായോ ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഒരു വോയിസ് മെസ്സേജായോ ടെക്സ്റ്റ് മെസ്സേജായോ അയയ്ക്കുക. ചോദ്യങ്ങളുടെ പ്രാധാന്യം അനുസരിച്ച് റിപ്ലൈ തരാം. ഫിനാൻസ് ആൻഡ് ടാക്സ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക.